To my dearest friend on earth, there's no way to tell your worth. I could sail the distant sea, still be lonely. And God said it's not good for man to be alone. And I believe that you're my one and only. So come with me. You'll see when the sun is shining, we climb the mountain. When the leaves are falling, I'm falling for you. When the winter comes, I'll keep you warm, I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one. The seasons come and go, but my love for you does flow. And by the grace of God, who gave his life to you, I give my own. I give my own. When the sun is shining, we climb the mountain. When the leaves are falling, ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധം 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയ്ക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുന്നു. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഇഷ്ടിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ശക്തിയും മഹത്വവും നിറപ്പുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു.
എൻ്റെ ഉദരമായ കർത്താവേ ശുശ്രൂഷ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളാണെങ്കിൽ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവം അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവാദിദേവനും കർത്താദികർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നു എല്ലാവർക്കും ഉത്തരം നൽകുന്നതുമായ നാഥ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. എൻ്റെ മകളുടെ വിവാഹത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങി പുറപ്പെടുന്ന ഈ സമയത്ത് ഇന്നയോളം നടത്തിയിട്ടുള്ള അവിടുത്തെ എല്ലാ വഴികളെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ സ്മരിക്കുന്നു കർത്താവേ. നിന്റെ മകൾക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹീത സാഹചര്യങ്ങളെയൊക്കെയും അവിടുന്ന് ഒരുക്കി കൊടുത്തുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ നൽകി, ബന്ധുമിത്രാദികളെ നൽകി, സ്നേഹിതരെ നൽകി, ജീവിതത്തെ എത്രമാത്രം അർത്ഥപൂർണമാക്കി തീർത്തതിനായിട്ട് സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളെയും തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു കർത്താവെ. വിവാഹം അവിടുത്തെ നിശ്ചയപ്രകാരം നടക്കുന്നതാണ്. ഞങ്ങളുടെ ആദ്യ മാതാപിതാക്കളെയൊക്കെയും തിരുവിഷ്ടപ്രകാരം അവിടുന്ന് കുടുംബമായിട്ട് ജീവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും ഒരുക്കി കൊടുത്തു. അനുഗ്രഹകരമായ ജീവിതം അവർക്ക് പ്രദാനം ചെയ്തുവല്ലോ. നിന്റെ മകളെയും പ്രത്യേകമായിട്ടും തിരുസന്നിധിയിൽ ഫലമേൽപ്പിക്കുന്നു കർത്താവെ. ഇവൾ പ്രവേശിക്കുവാൻ പോകുന്ന കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ. ഇവൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മകന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവർ രണ്ടുപേരുടെയും ചേർച്ച തിരുനാമത്തിൻ്റെ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായിട്ട് തീരുവാൻ സംഗതിയാക്കി തീർക്കണമേ. നടക്കുന്ന ശുശ്രൂഷകളെയൊക്കെയും സകലത്തെയും പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ പൂർത്തീകരിക്കണമേ കർത്താവെ. രണ്ട് ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ രണ്ട് കുടുംബങ്ങളെയും ചേർച്ച തിരുസന്നിധിയിൽ സൗരഭ്യവാസനയുള്ള ധൂമം പോലെ ഇമ്പമായി ഭവിക്കുമാറാകണമേ. ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും അവിടുത്തെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് അച്ഛന് വേണ്ടിയും അച്ഛനയ്ക്ക് വേണ്ടിയും മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നിന്റെ മകളെ ഇത്രത്തോളം മാതൃകാപരമായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം കൃപ കൊടുത്തതിനായിട്ട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും കുറ്റങ്ങളെയും അവർ നോക്കരുത്. അനവരതമായിട്ടുള്ള നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നിരന്തരം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾ പരിപൂർണമായിട്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും ഫലമേൽപ്പിക്കുന്നു. നിത്യവും ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ നിങ്ങളെ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള ശുദ്ധമുള്ള കുടിയേറ്റത്തിന്റെ പദങ്ങളായിട്ട് ഞങ്ങളെ ചമയ്ക്കണമേ. എല്ലാ സമയത്തും ഞങ്ങളെ നിറച്ചുകൊള്ളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാകുന്ന പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകമായിട്ട് കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകളുടെ മേലും മകൻ്റെ മേലും രണ്ട് കുടുംബങ്ങളിൽ മേലും കടന്നു വരുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Keep you warm, I'll carry you through a springtime love. When the sun is shining, I'll climb the mountain. When the leaves are falling for you. When the winter comes, I'll keep you warm, I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one.
separate us from the love of God. Our love isn't evergreen. Our love grows deeper. Our roots run wild, and nothing shall be able to separate us from the love of God. When the sun is shining, when the leaves are falling, when the winter comes, I'll carry you through. Our springtime love, I'll carry you through. Our springtime love, when our lives begun. We became one. പരിശുദ്ധനുയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നോടും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശിശുവോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിന്നെ വളർത്തുമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിൽ ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോട് കൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണ ക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളതിനാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യങ്ങളിൽ നിന്നെ പ്രീതിപ്പെട്ടിട്ടുള്ള സകല വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസല്യങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ഉത്തര പരിശുദ്ധാത്മാവാ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്ന് നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആമേൻ.
നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ന്യായങ്ങളായി കഴുകി എന്റെ പാപങ്ങളെ വെടിപ്പാക്കണമേ. എന്റെ പാപങ്ങൾ നേരിയിരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ എൻ്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. നിന്റെ സ്വഭാവമേ വിളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എൻ്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അധർമ്മങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, ഇവിടുള്ള ഹൃദയങ്ങളിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ നിലനിൽക്കുകയും വരുതേ. നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചറിയണമേ. മാത്രമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറായണമേ. അപ്പോൾ ഞാൻ അധർമ്മക്കാരൻ്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറന്നു തരണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. മനസ്സായില്ല, ഹോമനുള്ള നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവുന്നു. ദൈവം നുറുങ്ങി ഹൃദയം ദർശിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹിയോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്റെ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ വാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തരുളുക കരുണാതെ വശീകാ സന്തോഷം. രക്ഷകനെ വൈദിക തിരുനാമത്തിൽ നൽകിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കൈയാൽ. മോതിരമരുളി തിരുസഭയെ വശീകാ വേട്ടപ്പോൾ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും. മോതിരമതിനാൽ കൊലയേത്തും രക്ഷിതയാൽ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാർക്കുമോ വൽറൂഹോ കാദീശോ. ഗോലം വാദാമോ യംവൽമീനാമേ. മാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന രഹസ്യം സംഭോജ്യം താദാ അജറൂഹ. പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കൊണ്ടുമുള്ള ഐക്യമത്യമിൽ ഉണ്ടാവുകയും ചെയ്യണമേ. നൽകുക നന്മൊഴി മാനസമേ, ഹല്ലേലൂയ. സേവിക്കും ഞാനരചന എന്നുര ചെയ്യും. വർഷിച്ചാൽ കൃപ നിന്നധരത്തിൽ ഹല്ലേലൂയ
ദൈവം വാഴ്ത്തി പാർക്കുമോ മൂലം വാദാമുള്ളോളം വൽമീരാമേ ഉപമകളാ ശ്രീമോക്ഷം നാനേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ 10,000 തൻ പൂങ്കാവാണിസ്രായേൽ ശുക്രൻ യാക്കോബില്ലതയിൽ രക്തൻ തൈലത്തിൽ മൃദുലൻ ലബനോത്താരകിലിൽ പാർക്കിലിവൻ ദൈവസമൻ വിശ്രുതനാമിവരെ നാം വാഴ്ത്തിയിടുന്നു സ്തോമൻ എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായി കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും ഇടപെടാതെ കരേറ്റുവാനോട് ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ഓർക്കുമോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മോദരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സദായ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കക്ഷതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തി തക്കവണ്ണം നിന്നിലുള്ളതായി അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ദാസരായ ഞങ്ങളുടെ പിതാക്കൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ
നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ലേശകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധമായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നയിക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. അതിവൃതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ വേട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനേ സുവിശേഷം യോഹന്നാനേ കൽപ്പിച്ചാൽ വിലയേറിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. പാർക്കുമോ മെൻമൂലം വാദാമൂലം വൽമീനാമേ വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട. അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിനവസാനത്തിൽ വാരും വാനുമഴിഞ്ഞാലും വാഴും നീയാപത്തിൻ വിമലാത്മാവിൻ ദേഹം പാർത്താൽ പാർക്കുമോർ വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളോവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ വരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. പാറയ്ക്കുമോർ ഹോശോ വബകൂല സുബാൻ ലവുൽ മിൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശ്രവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ
ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ നിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധാചാരം പോലെ ഈ പരിശുദ്ധ പിതാവിൽ നിന്ന് വിവാഹനിശ്ചയത്തിലുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങൾ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സുരികേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് ഇപ്പോൾ പരസ്പരം വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണ ആഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയിൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇവർക്ക് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ട ആത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീവായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. സഭയാം തിരുസഭയാമേ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. പാവന സഭ ചൊല്ലിടുന്നു എൻ വരദേവൻ ഞാൻ ധന്യ. വന്ദിക്കുന്നേൻ വന്നെന്നെ വേട്ടൊരു മണവാളൻ തന്നെ. പ്രിയനെന്നെ വിട്ടൊരു നാളിൽ സത്വരമുന്നതി ഞാൻ ഓർത്തു. സൃഷ്ടികൾ അതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ
ധന്യ എന്നെ മാമോദീസായാൽ ആത്മീയായുധമണിയിച്ചാൽ വിരലിന്മേൽ മേരത്തങ്ങൾ മോതിരമായ തേകേകി സ്തീഫായാൽ ഞാൻ വീട്ടോളാം സുമുഖേ സ്വാഗതമോതുന്നേ. താതനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ റൂഹായേ. ആർഹിമോർ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ പരിശ്രമത്തിന് 30, 60, 100 ഇരട്ടിയായി ഇവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്ലീപാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനവൻ്റെ എല്ലാവിധ സൈന്യങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അല്പസമയം ഇരിക്കുക എല്ലാവരും. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മലങ്കര സഭയുടെ വലിയ മെത്രാപ്പോലീത്ത അഭിയന്യനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി, ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിയന്യനായ ഡോക്ടർ തിമോത്തിയോസ് തിരുമേനി, വന്നിയ കോറപ്പിസ്കോപ്പന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, പ്രത്യേകിച്ച് ഇന്ന് വിവാഹ കുദാശയിലൂടെ ഒരു കുടുംബമായി തീരുവാൻ ഇപ്പോൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് അവരുടെ വിവാഹം ഉറപ്പ് കാനോനികമായി കൗദാശികമായി ദേവാലയത്തിൽ വെച്ച് നടന്ന് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന നമ്മുടെ പ്രിയ മക്കളെ, നിങ്ങളുടെ തീരുമാനത്തെ, നിങ്ങളുടെ ഈ വിവാഹ ഉറപ്പിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ പിതാക്കന്മാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ആദ്യമേ ആശംസിക്കട്ടെ. അഭിയന്തനായ ക്ലീമിസ് തിരുമനസ്സുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയണം. അപ്പോൾ അടുത്ത സീനിയോറിറ്റി തിമോത്തിയോസ് തിരുമേനിക്കാണ്. ഈ രണ്ട് പിതാക്കന്മാരെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ജോസ് ചെമ്മണച്ചൻ എന്നോട് പറയുന്നത്. ദീർഘമായി സംസാരിക്കുവാൻ ഉള്ള സാഹചര്യം ഇല്ലല്ലോ. വിവാഹ കൂദാശയുടെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് മോതിരവാഴുവിൻ്റെ ശുശ്രൂഷയാണ്. പ്രാർത്ഥനയിൽ കേട്ടതുപോലെ ഇസഹാക്കും റബേക്കയും തമ്മിലുള്ള വിവാഹം, അബ്രഹാം അത് ചുമതലപ്പെടുത്തുന്നത് തൻ്റെ ദാസനെയാണ്. ഈ കുടുംബത്തിന് അനുയോജ്യമായ അല്ലേ, അതൊക്കെ നോക്കിയാണ് അവനെ വിടുന്നത്. നമ്മുടെ കുടുംബത്തിന് അനുയോജ്യമായ ആ പെൺകുട്ടിയെ എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീ കാണുമ്പോൾ പ്രാർത്ഥനാപൂർവം ഈ മോതിരങ്ങൾ അവളെ അണിയിക്കണം. അവളെ എൻ്റെ മകൻ ഇസഹാക്കിനെ വധുവായി സ്വീകരിക്കണം. ഇതാണ് വിവാഹ ഉറപ്പിൻ്റെ വേദപുസ്തക പാരമ്പര്യം. വിവാഹ ഉറപ്പിനെ എല്ലാ പാരമ്പര്യങ്ങളിലും, ഭാരതീയ പാരമ്പര്യത്തിലും സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുന്ന ഒരു രീതി ഉണ്ട്. അത് സാധാരണ രീതിയിൽ മോതിരമാറ്റം എന്നാണ് ഭാരതീയമായിട്ട് പറയുക. വധുവരനും വരൻ വധുവിനും ആണ് അങ്ങനെയുള്ള മോതിരമാറ്റത്തിലെ മോതിരങ്ങൾ ഇടിവിക്കുക. എന്നാൽ ഇവിടെ ഇവരൊക്കെ മോതിരങ്ങൾ വാഴ്ത്തി നൽകുന്നത് പരിശുദ്ധ സഭയാണ്. ഈ കൂദാശയുടെ കാർമ്മികത്വം വഹിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ തൃത്വമാണ്. വിശുദ്ധ തൃത്വം, പ്രത്യേകിച്ച് രണ്ടാമത്തെ ആളത്വമായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ എന്ന വിധത്തിൽ ഇവരെ ഒന്നിപ്പിക്കുകയാണ്. മറ്റെല്ലാ കൂദാശകൾക്കും ഒരു വ്യക്തി മതി. പട്ടംകുട ഉൾപ്പെടെയുള്ള എല്ലാ കൂദാശകൾക്കും സ്വീകർത്താവ് ഒരു വ്യക്തിയാണ്. എന്നാൽ വിവാഹ കൂദാശയ്ക്ക് 2 പേർ വേണം. അത് സ്ത്രീയും പുരുഷനും ആയിരിക്കണം. മലങ്കര സഭയിൽ അങ്ങനെ പറ്റുള്ളൂ. 2 പുരുഷന്മാർക്കോ 2 സ്ത്രീകൾക്കോ കല്യാണം കഴിക്കാൻ ഒക്കുകയില്ല. കാരണം സഭയുടെ വേദശാസ്ത്രം
അതിൻ്റെ അടിസ്ഥാനമായ വിശുദ്ധ വേദപുസ്തകം അതിനെ അനുമതി നൽകുന്നില്ല. അതുകൊണ്ട് രണ്ട് വ്യക്തികൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് ആണ് അവർ വന്നിട്ടുള്ളത്. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ് ആ തീരുമാനം? ഇന്നു മുതൽ നാം ഒന്ന്. അല്ലേ? ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഈ തീരുമാനത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല, സാധിക്കാൻ പാടില്ല. ഇപ്പോഴും ഹവ്വയോട് ആദാമിനെ എന്നാണ് പാടുന്നത്, അല്ലേ? ഹവ്വയോട് ആദാമിനെ, സാറയോട് അബ്രഹാമിനെ, റഫ്കയോട് ഇസ്ഹാക്കിനെ, അങ്ങനെ പൂർവ്വപിതാക്കന്മാരുടെ പതിറ്റാണ്ടുകൾ എന്നല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച പൂർവ്വ പുണ്യപിതാക്കന്മാരെല്ലാം ഇപ്പോഴും സജീവമായ അവരുടെ ആ ജീവിതം ദൈവസന്നിധിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പോൾ നമുക്ക് മുന്നിലുള്ള സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുണ്ട്. അവർ കാണിച്ചു തന്നൊരു ജീവിത പാതയുണ്ട്, പ്രമാണങ്ങളുണ്ട്. അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് നിഷ്ഠയോടെ അതിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഈ കുടുംബങ്ങളെ ഇനിയും പറയേണ്ട ആവശ്യം ഇല്ല. ജസ്മിൻ നല്ല ഒരു കുടുംബത്തിലെ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് അച്ഛൻ രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വല്യമ്മയുടെ ആരാണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരെ വൈദികർ സ്നേഹബന്ധം കുടുംബ ബന്ധം ഉള്ളവരുണ്ട്, ഒരുപാട് പേര് സ്നേഹബന്ധം ഉള്ളവരെ ഉണ്ട്. ഇനിയാണ് ജസ്മിൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മിക്കവാറും വൈദികരെ സ്നേഹയുടെ അപ്പൻ ജോസച്ചനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ളവരാണ്. പത്രാച്ചന്മാരും വൈദികരും എല്ലാവരും. എന്താ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, വലിയൊരു റിസ്ക്കാണ് മോൻ ഏറ്റെടുത്തിരിക്കുന്നത്. അവളെ പൊന്നുപോലെ നോക്കിയില്ലെങ്കിൽ ഇവരെല്ലാം ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ആദ്യമായിട്ട് ഓർപ്പിക്കുകയാണ്. ജോസച്ചൻ കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് മലങ്കര സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന എനിക്കേറെ ബഹുമാനമുള്ള ഒരു വൈദികനാണ്. എൻ്റെ ജൂനിയറായിട്ടാണ് പഠിച്ചത്. എന്നൊക്കെ പ്രായം കുറവാന്ന് തോന്നുന്നു. 3 വർഷം ജൂനിയറായിട്ടാണ് ഈ ഷാജി പി ജോണച്ചനും ജോസച്ചനും സെറഫിം തിരുമേനിയും യൗസേബിയസ് തിരുമേനിയും ഒക്കെ എൻ്റെ 3 വർഷം ജൂനിയേഴ്സായിരുന്നു. പ്രായം കുറവാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നേക്കാൾ പ്രായത്തിലും പക്വതയിലും മുൻപന്തിയിലുള്ള ഒരു വന്യ വൈദികനാണ്. നല്ലൊരു സഹൃദയനാണ്. നന്നായി എഴുതും, നന്നായി വായിക്കും, നന്നായി കവിതകൾ രചിക്കും. അച്ഛൻ്റെ പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട അഭിനന്ദനായ തെയോഫിലോസ് തിരുമേനിയെക്കുറിച്ചും ബഹുമാനപ്പെട്ട ജോഷുവാച്ചനെ കുറിച്ചുമൊക്കെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എൻ്റെ കൂടെ 10 വർഷം അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ അച്ഛന് ആദ്യം കൊടുക്കുന്ന ഉപദേശം തന്നെ, അച്ഛൻ പോകുന്ന സ്ഥലത്ത് എത്തിയാൽ ഉടനെ തന്നെ ആ സ്ഥലത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതണം. അങ്ങനെ സലാലയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അത് കഴിഞ്ഞ് ഇൻഡോറിൽ വന്നപ്പോൾ മോശയെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതി. ഞാൻ ഈ പുസ്തകം എഴുതണമെന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കിലാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇടവകയിലെ കാര്യങ്ങൾ ഒക്കെ പോകും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ വേറെ രീതി പറയുകയല്ല. അച്ഛനെ ആകെ ഒരു പ്രശ്നമുള്ളത് ഈ നാടൻ ഭാഷയെ പറഞ്ഞ ഉഡായിപ്പ് ആരെങ്കിലും കാണിച്ചാൽ അച്ഛനത് വെറുതെ വിടുകയില്ല. അച്ഛൻ ആരുടെയും ഒന്നും വേണ്ട, ദൈവകൃപ മാത്രമേ വേണ്ടൂ. മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയോ അവൻ്റെ പോക്കറ്റ് നോക്കിയോ ജോസ് ചമ്മണച്ചൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. മറിച്ച് പറയേണ്ട കാര്യങ്ങൾ ആരുടെ ആയാലും മുഖത്ത് നോക്കി പറയും. എൻ്റെ മുഖത്ത് നോക്കി പറയാനൊരു അവസരം ഞാൻ അധികം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഏകദേശ ഓർമ്മ. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും, കൃത്യമായിട്ട് മനുഷ്യരോട് ഇടപെടും. അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടുകയില്ല. കാരണം ചിലരുടെ സ്വഭാവം അതാണ്,
ഈ അച്ഛനാരാ എന്നോട് പറയാൻ, ഈ മെത്രാച്ചനാരാ എന്നോട് പറയാൻ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് അച്ഛൻ്റെ അടുത്ത് ഒന്നും നടക്കുകയല്ലോ, അവർക്ക് പിണങ്ങി പോകാത്രേ ഉള്ളൂ. അച്ഛനതിൽ ദുഃഖം ഉണ്ടാകുമെങ്കിലും അച്ഛനത് അടുത്ത സുഹൃത്തുക്കളോട് പറയും, ഇന്ന് അവനും എന്നോട് പിണങ്ങിപ്പോയി, കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ചു വരികയും ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് അച്ഛൻ്റെ അതുപോലെ തന്നെ അപ്പം മകള് സ്നേഹ, ഞാൻ അവളെ കൂടുതൽ പരിചയപ്പെടുന്നത് അച്ഛനും ഞാനും ഒന്നിച്ച് അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനു മുമ്പ് അവരെ കണ്ടിട്ടുണ്ട്, സ്നേഹയും അനുഗ്രഹയും കണ്ടിട്ടുണ്ട്. സ്നേഹ ഡോക്ടറും അനുഗ്രഹ അറിയപ്പെടുന്ന ഒരു വക്കീലും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വക്കീലുമാർ കരയാൻ പാടില്ല. അവൾ ഇച്ചിരി ഇമോഷണലായിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ശുശ്രൂഷയിൽ ഇങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ മുഖത്ത് നോക്കിയേ, നീ ഇമോഷണലായാൽ അപ്പൻ ഇവിടെ നിന്നത് കാണും, അപ്പൻ അതിലും ഇമോഷണലാകും, ആകെ കുഴപ്പമാകും. അതുകൊണ്ട് ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കണം, കേട്ടല്ലോ. ചേച്ചി അവൾ വളരെ വളരെ ആ പേരിനെ അന്വർത്ഥമാണ്. ജസ്വിൻ നമുക്കറിയാമല്ലോ അവളെ. സ്നേഹമുള്ള കൊച്ചാണ്, നമ്മളെ കരുതുന്ന കൊച്ചാണ്. ഞാൻ ഓർക്കുമായിരുന്നു, അവൾ ലണ്ടനിൽ പഠിക്കാൻ പോയി. ആദ്യമൊക്കെ ഒരു ശമ്പളം കിട്ടിയപ്പോൾ നേരെ എനിക്ക് അയച്ചു തന്നു. ഈ ക്ലിമിസ് തിരുമേനി പിണങ്ങുമെന്ന് എൻ്റെ പേടി. എനിക്ക് ആ ശമ്പളം അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് തിരുമേനിക്കാണ്, തിരുമേനി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞു. ഞാനത് വളരെ കരഞ്ഞുകൊണ്ടാണ് ഞാനത് സ്വീകരിച്ചത്. ഞാൻ പറയാൻ കാരണം, നന്മ പ്രവർത്തിക്കുവാൻ ഉള്ള സന്മനസ് ഉള്ള നല്ല കുഞ്ഞുങ്ങളാണ്. രണ്ടാമത്തെ കൂദാശ, രണ്ടാമത്തെ ക്രമം ആദിയോടന്തം വാഴ്വുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹവ്വയോട് ആദാമിനെ, സാറയോട് അബ്രഹാമിനെ. എനിക്ക് ജസ്മിനോട് പറയാനുള്ളത്, അവളെ മുന്നിൽ നിർത്തിയാൽ, അല്ലേ, പെൺപിള്ളേരുടെ പേരാണ് ആദ്യം പറയുന്നത്, സ്ത്രീകളുടെ പേരാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അവരെ മുന്നിൽ നിർത്തിയാൽ നമുക്ക് എന്താ, നിനക്ക് ഇഷ്ടമാകുന്നില്ലേ അത്? എന്താ ഇങ്ങോട്ട് നോക്കണ, നിനക്ക് ഇഷ്ടമാകുന്നില്ലയോ അത്? അവരെ മുന്നിൽ നിർത്തിയാൽ നമുക്ക് രക്ഷപ്പെടാം. മനസ്സിലായോ? അതിനൊരു കാരണം കൂടിയുണ്ട്. അമ്മമാർ, കമ്പാരിറ്റീവ്ലി അമ്മമാർ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും ചിന്തിക്കുന്നവരായിരിക്കും, പ്രവർത്തിക്കുന്നവരായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്കതാ പറയാനുള്ളത്. എൻ്റെ അപ്പനെ സത്യത്തിൽ അമ്മയെ ഇച്ചിരി ബഹുമാനവും പേടിയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കും, അപ്പനെ അമ്മയെ പേടിയാലേ? അപ്പം അപ്പൻ പറയും, എടാ ആ പേടി നല്ലതാണ്. കാരണം അവൾ കുടുംബത്തിന് വേണ്ടി ചിന്തിക്കും, അല്ലേ. സ്നേഹയുടെ വല്യപ്പനും വല്യമ്മയും ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ ജസ്വിൻ്റെയും വല്യപ്പനും വല്യമ്മയും ഒക്കെ കാണുമായിരിക്കും, എനിക്ക് അവരെ കൂടുതൽ അറിയില്ല. അവരെല്ലാം കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്, പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം, നല്ല പാരമ്പര്യം തുടരുവാനിടയാകണം. അതിനിടയിലാണ് പ്രാർത്ഥനകൾ. വിശുദ്ധ എവൻഗേലിയുടെ മധ്യത്തിൽ പ്രത്യേകിച്ച് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. കുരിശ് വരച്ച് ആ പ്രമാണം സ്വീകരിക്കുവാനായിട്ട് ഇടയാകണം. തുടർന്നാണ് നിങ്ങളെ കിരീടങ്ങൾ ധരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കൂദാശയുടെ പ്രധാന ചിഹ്നം കിരീടവാഴ്വ് ആണ്. കുടുംബമാകുന്ന സാമ്രാജ്യത്തിലെ രാജാവും രാജ്ഞിയുമായിട്ട് നിങ്ങൾ അവരോധിക്കപ്പെടുകയാണ്. തുടർന്നാണ് താലി ചാർത്ത് നടക്കുന്നത്. അതിനുശേഷം ഭർതൃഗൃഹത്തിൽ നിന്നുള്ള ആദ്യ സമ്മാനം മണവാളനായ ക്രിസ്തു മണവാട്ടിയാകുന്ന സഭയ്ക്ക് നൽകുന്ന മഹത്വവസ്ത്രമാകുന്ന മന്ത്രകോടി, അത് മണവാട്ടിയെ ധരിപ്പിക്കുകയാണ്. തുടർന്ന് കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. ഇന്നു മുതൽ എന്നും നിങ്ങൾ ഒന്നാണ്, ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായിത്തീരുകയാണ്. പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് നടക്കുന്ന കാലം മുതൽ എല്ലാ വിവാഹത്തിലും അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒന്നും രണ്ടല്ല, മറിച്ച് ഈ ഒന്നും ക്രിസ്തുവിനോട് ചേർന്ന് മുപ്പരിക്കയറ് പോലെ. അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനി അത് പറയാറുണ്ട്. ബലമുള്ള, ശക്തിയുള്ള ഒന്ന് ആയി നിങ്ങൾ മാറുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം, രണ്ടുപേരും ഡോക്ടർമാരാണ്, രണ്ടുപേരും UK വലിയ ധനാഢ്യനാണെന്നും പറയുന്നില്ല, പക്ഷേ ഒക്കെ പൈസ ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന ഒന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ all other zeros becomes a big zero. എന്നാൽ if you add all these qualities with Christ, it will
definitely it will grow like 10, 100,000 and it will multiple further. ആ വിധത്തിൽ ദൈവാനുഗ്രഹത്തോടെ നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. അനശ്വരമായ വിരുന്നിന് വഴിയില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിൻ്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. പശോബുകുല സുബാൻ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയചെയ്തിടണമേ. ഔവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയചെയ്തിടണമേ. സാറയുടവരാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയചെയ്തിടണമേ. റബ്ബയുടെ സഖാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയചെയ്തിടണമേ. റാഖിലോട്ടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയചെയ്തിടണമേ. ബാരക്കുമോ പോലും പോലും വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയചെയ്തിടണമേ. കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ വിശേഷനാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദൈവകൽപ്പനകളിലുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുകുല സുബാ. മോദിക്കട്ടെ പരംനാഥാ, ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതേ. നല്ലവരും നീ മുൻപേറവനേകി. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമാവിൻ മുടിചൂടി തലയിൽ ബാരക്കുമോ മെൻപോലം ആദാമൽപോലം ഉൽമീലാമേ. മണവറയേ സ്വർഗത്തിൽ സഭയെ നിൻ കാന്തൻ സ്ഥാപിച്ച ആഗതമ്പോൾ സ്വർഗേവേവും സുൽത്തോരന്മാർ അയലേയോ ശിവരെ കാണിന്റെ ഏലാക്കി സ്തോമൻ ഗാലോ
യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്വത്വം പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ബാറക്കുമാർ ഉണ്ടായിരുന്നവനും ഇപ്പോഴും ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയാരുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ സാവധാനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ ഈ ദാസരെയും പ്രത്യേകിച്ചും ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരും ആയി തീരണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ.
എന്തെന്നാൽ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ പാർക്കുമോ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നേക്കും നാം കൈക്കൊള്ളുവാനാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരിനി ജാതികളിൽ സോലോ പ്രകൃതി സലോമോൻ വിമലസമേ നിന്നെ നഗരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമസമം സഭേ സകലവിധം സുമുഖി നീ കരന്തീണ്ടാത്തോ ശ്രീവായെ വന്നിപ്പതിനാൽ രാജാവാമർശികം ഹല്ലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ. പരമോന്നതന ദൈവത്തെ വാഴ്ത്തും ദീപൽ പറവയോടൊപ്പം താൻ സഹസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവളെ റയരോടൊപ്പം പാടുന്നു 150 കമ്പികളേലും തമ്പുരു വാദ്യത്താൽ അവളുടെ യോനി വാട്ടിടും ഉലകങ്ങളിലെന്നും ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം. പട്ടണത്തിൽ കല്യാണ വിരുദ്ധനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയെന്തോ നിറഞ്ഞതായ നിന്റെ വലതുറുക്കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധനും സഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാർക്ക്മോർ മോറൻ വാലോകാൻ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരല്ലോ. പിന്നെയോ മശിയ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിയയെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിനും. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായ് പാർക്കുമോ. മോദിക്കട്ടെ പരം നാഥ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ജീവി കൊടുത്ത് നടുമ്പാകെ വായിക്കപ്പെടുന്നോട് കർത്താവ് യേശുമിശിഹായുടെ ഇഷ്ടല്ലേ.
ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും വന്നോലും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങൾ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധാകന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചുവെന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാതമ്പുരാനിലോ വ്യാപാരകാലത്തിൽ ഇവായി പ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് പറയുന്നു. യേശുദമ്പുരാൻ ഗലീലയിൽ യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിങ്കലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ആദിയിൽ സൃഷ്ടാവാണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട്, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്ഥിതിവിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ അപ്രകാരമാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ വൃതസ്ഥരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ബാർഹിമോർ ശൈനോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങൾ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളിൽ നിന്നേക്കും ആശീർവദിക്കോട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ മോഹിതാചാര്യൻ അണിക്കും മകുട രമ്യം. കൺപാലിംബം നൽകാൻ ഒടിയാൻ മണവാളനും മണവറയാൻ മണവാട്ടിക്കും. മെൻസ്മായോ സോയാ ഹിനോഹേസ് ലഹസിനോയോയെ ക്ലീലോ ഹസിയോസോയെ ബരീഷേ. മഹിതാചാര്യന്മാരാ
മകുടം പാരം രുചിരം നുടയോൻ കയ്യാൽ മകുടം ഘോഷനിറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അണിയിക്കും മകുട രമ്യം സത്യമണാള ശീഘ്രം സവിതമണഞ്ഞി ഗണമേ സതതം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. കയ്യാൽ മകുടം ഘോഷനിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുട രമ്യം വൈദിക സന്മാലിംഗം നൽക ഒടിയാൾ മണവാളനും മണവറയാ മണവാട്ടിക്കും Menshmayo soya hinohev lakal soyoy klihilo hasiyo soye barisho അഖിലാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാ വശികാമൃതനായി രചിതം മകുടം പാരം രുചിരം നുടയോൻ കയ്യാൽ മകുടം ഘോഷനിറങ്ങുന്നു മണവാട്ടിയെ മഹിതാചാര്യൻ അണിയിക്കും മകുട രമ്യം മകുടം തിരുമുൾമൊഴിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമൊഴിയോട് സദൃശ്യം. നീതിயின் കിരീടവും അശയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിപ്പാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം ശ്ലീബ വിജയ കൊടിത ശ്ലീബ ചീടും ശ്രീപായി പുകഴും വിനയം മാനം പതിഭക്തി എൻ പ്രിയ തന്നോട് മൂടുപടം റക്കായതിനാൽ ആവൃതയായി മൂടണമതുപോൽ മണവാട്ടി. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിയായ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിയാ തൻ്റെ സഭയിൽ എന്നതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ.
കരുണയുള്ള വലങ്കൈ വന്ന് നിങ്ങളിൽ ആവശ്യിച്ച എല്ലാ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ ഖുർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീരെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനുമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ അവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാക്കന്മാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും ആവസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നമാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ എൻ്റെ താപത്താൽ നിങ്ങളും സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. മിസ്രൈമിൽ കൂട്ടിക്കൊണ്ടുപോയ മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയേറ്റാം. ഹോശോ ഏതൻ തോട്ടം നട്ടോനേ നീയാണൻ യൗവമണവാളൻ നിന്തോട്ടത്തിൽ നിൻ പേർക്കാ വിശിച്ചിടുക കുളുതന്നൽ അവകാശധനം മുദ്രിതമാക്കി പീഡകളാൽ അടിമ വിടർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റേ നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിൽ ന്യായം നീ ചെയ് കർത്താവേ ആർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ ഉണ്ടാകേണം. നാമം ചൊന്നി ദമ്പതികൾക്കായി വരവേകണം. തേജോലോക ഇവരുടെ കാലം ശുഭമാക്കേണം. സ്തുതി പാടാം കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ,
നാം എല്ലാവരും ദൈവ ഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ബരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും രക്ഷാകരമായ സ്ലീബായുടെയും വെടുപ്പുള്ള ഏവൻഗേലുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നദ്ധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ബരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ ദൈവമാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകാമർത്തമറിയമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രത്യേകാൽ മാർ തോമാസ് ശ്ലീഹായുടെയും മോർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥന നാം ഏറ്റുചൊല്ലണം. പ്രസക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വലോകങ്ങൾക്കും പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായുള്ള ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനെ അടുത്തുവാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മാതത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏക കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിന് പുറപ്പെട്ട്
പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള കൃപയായും കാതോലികവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രം ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. പാർക്കുമോ സ്തവമൻ കാലസ് നിൻവലമായ രാജഭാമിനിയും നിന്നരകരജൻ മോഹിപ്പാൻ ജനമോത്തായ പിതൃഗ്രഹവും പാർക്കുമോ ഭാജനമേസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ ഭക്തരപേക്ഷയാണ് കേണം സ്തൗമൻ കാലസ്കുറിയേലായിസോ വരദായകമാകാം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട പാർക്കുമോ ദൈവപ്രസവേത്രേ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൻ സുഖപരിമളധൂപം മുറിയോറാകെ നീലയുവാകാറേ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മാറ്റിയിടേണം. വളരും അവൻ ലബനാൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ തടിവിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ. മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം. സ്തൗമൻ കാലസ്കുറിയേലായിസോ സമയമിതല്ല ഗ്രിഗോറിയോസ് പൊതുവിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമിടും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോറ്റും കൈവാഴ്ത്തേണം. പാർക്കുമോ നിന്നെ വരേച്ചൊരു താരണം ഓർഗ്രിഗോറിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടി ചൂടിടുന്ന രോഗാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയൂരാകെ മേലയ്ക്കുവാതാറേ ശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ. അടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ പരേതരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ള ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന തൻ്റെ ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുന്നതാണ്. Don't get up. Let's speak. I forget
Every night, every day, how about every lifetime? Yeah, I know what they say, and that's fine, 'cause I'm here to stay, through the good and the bad times. Baby, save me a space in your mind. Yeah. Call me crazy, and people saying that we move too fast, but I've been waiting for a reason. There ain't no turning back. 'Cause you show me something I can't live without. And I believe when you hold me, it's like heaven coming down. And I believe that you show me, that you show me. Everywhere that I go, feeling you all around me. Now that I got you close, I'm alright. Baby, I didn't know, but I'm glad that you found me, 'cause I'm seeing the most in your eyes. Oh yeah, yeah. Call me crazy, people saying that we move too fast, but I've been waiting for a reason. Ain't no turning back. 'Cause you show me something I can't live without. Oh yeah. And I believe when you hold me, it's like heaven coming down. Yeah. And I believe that you show me, that you show me. Doesn't matter anymore. Now I got you here with me. Nothing matters any longer. Now I got you here with me. I think about you every time I lose myself again. I lose myself again. 'Cause you show me something I can't live without. I believe when you hold me, it's like heaven coming down. I believe, 'cause you show me something I can't live without. Oh yeah, I believe when you hold me, it's like heaven coming down. I believe, 'cause you show me, that you show me. If there's an open way, I'll just run, while everything else fades and turns to dust. We're searching to find a way from here. We'll follow our souls into the night. Let's disappear, 'cause wherever we go, love is on our side.
What could I do if God didn't bring me to you? A miraculous way. For me it's amazing to say I couldn't have found him without you. I couldn't have found this love so true. I will love you until the end of time. We're no longer two, but one in God's eyes. I'm holding on your arms so tight, Emmanuel, you're alive. Can't wait to start a life with you. Build a family of our own. An adventure we will take, you and me. I couldn't have found her without you. I couldn't have found this love so true. I will love you until the end of time. We're no longer two, but one in God's eyes. I'm holding on your arms so tight, Emmanuel, you're alive. I will love you until the end of time. There is no greater love than to lay one's life for a friend. Having your life into my life, I'm forever, ever thankful for you. I will love you until the end of time. We're no longer two, but one in God's
അനുദിനം കൂടെയിരുന്നു അപ്പനെ കടാക്ഷിക്കുക നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണം എന്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിനം തന്നെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അളവറ്റ കരുണയും കൃപയും ഞങ്ങൾക്ക് അനുഭവിപ്പാൻ തത്വത്തിൽ ഈ ദിവസത്തെ വേർതിരിച്ച് നൽകി അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ദൈവമായ കർത്താവെ, ഈ ഭവനത്തെയും ഇതിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ സമാധാനവും ശാന്തിയും ഈ ഭവനത്തിൽ വസിപ്പിക്കണമേ. ഉള്ള സ്ഥലത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കുറവുകൾ നിറച്ചുകൊള്ളണമേ. വിജയശ്രീപാടുടെ ആളം ഭവനത്തിൻ്റെ കട്ടളപ്പടികളുമേലും കുറുമ്പടികളുമേലും മുദ്രയിടണമേ. ഭവനത്തെ അവിടത്തെക്കാട്ട് വേർതിരിച്ചുകൊള്ളണമേ. അന്ധകാര പൈശാചിയിൽ ഇതിനെ സമീപിക്കാനിടയാകരുതേ. മാലാഖമാർ കാവലുണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമുട്ടികളുടെയും പ്രാർത്ഥന ഇവർക്ക് അഭയമാകണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശക്തിപരമായ എല്ലാ പരീക്ഷകളിൽ നിന്നും ഈ ഭവനനിവാസികളെ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുന്ന് കാത്തു പരിപാലിക്കണം. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഉത്തമ ക്രിസ്തീയ കുടുംബജീവിതത്തിന് മുമ്പാകെ സമർപ്പിപ്പാൻ തത്വത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് സംഗതിയാകണമേ. ഇവർ അന്ത്യത്തോളം പരസ്പരം സ്നേഹത്തോട് വിശ്വസ്തയോടെ തിരുസന്നിധിയിലായിരിക്കാൻ സഹായിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഇവർക്കായിട്ട് പ്രദാനം ചെയ്യണം. നിങ്ങളുടെ ബലഹീന പ്രാർത്ഥന സ്വർഗത്തിൽ കേൾക്കണമേ. നിങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ട് ഉത്തരമല്ല. അവിടത്തേക്ക് പ്രീതികരമായ നല്ല അന്ത്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ളവരെ സ്വർഗീയ ഓക്ഷനിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അവിടത്തേക്ക് പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രം കരയേറ്റുവാനായിട്ട് തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള ആത്മീയങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ശിക്ഷണിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ശിക്ഷണ നിങ്ങളെ രക്ഷിച്ചു വരണമേ. എന്നാൽ രാജ്യവും ശക്തിയും മാത്രവും നേക്ക് നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്റെ ഉദരമായ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, ആവിടാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ദാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹാടി സംബന്ധവും ആവാസവും എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും ഈ ഭവനത്തോടുകൂടെയും ഞങ്ങളുടെ കുടുംബജീവിതത്തോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാവട്ടെ.